ചുരം, വയനാട് ചുരം. അത് എക്കോമെറ്റല്ല, അത് ബോസാ. അവരുടെ തന്നെ ഇത് ബോസ്. ഇത് യാത്രാസുഖം കൂടുതലുണ്ട്. ഇതിൻ്റെ ലീഫ് പാരാബോളിക് ലീഫാണ്. അതുകൊണ്ട് മറ്റേ ചാട്ടം കുറവായിരിക്കും, യാത്രാസുഖം ഉണ്ടാവും. കണ്ടോ ബോസ്? അത് ക്യാബിനുള്ള സൈസ് 12 ടൺ പാസിങ്. 12 ടൺ പാസിങ്. അത് അറിയില്ല, ലോഡ് നമുക്ക് അറിയില്ലല്ലോ. വയനാട് ചുരം. അതിന് ആ വണ്ടിക്കും മറ്റേ ഇതില്ലേ, എൻജിൻ ബ്രേക്കില്ലേ, നല്ല ഇതിൻ്റെയും കുഴപ്പമില്ല. പക്ഷേ ഭാരത് ബെൻസിൻ്റെ എൻജിൻ ബ്രേക്ക് സൂപ്പർ എൻജിൻ ബ്രേക്കാണ്. 12 ടൺ ലോഡുണ്ട്. നല്ല ടൈറ്റ് ലോഡാകട്ടെ. അറിയുന്നില്ലല്ലോ. നല്ല ടയറല്ല, വലിയ ടയറല്ലേ, 10-20 ടയറായിരിക്കും. വലിയ ടയറല്ലേ, നല്ല ടയറല്ലേ. ഇതാ ചെറിയ വണ്ടി, നീ പറഞ്ഞ ചെറിയ വണ്ടി. അവർക്ക് ഇങ്ങനത്തെ വലിയ വണ്ടി എടുക്കണം. പക്ഷേ ഇങ്ങനത്തെ ഒരു ബോസ് എടുക്കണം. ഇതിന് 24 ലക്ഷം രൂപ വില. മാസം 60 രൂപ അടവ് വരും. ഇത് സെക്കൻഡ്. ഇത് ഇറങ്ങിയിട്ടാകെ 3 മാസം 4 മാസമായിട്ടുള്ള ഈ വണ്ടി. 4 മാസം അത്രേ ഉള്ളൂ. ഇതിൻ്റെ ചെറിയ വണ്ടി ഉണ്ട്. 12 ടൺ വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ 3-4 മാസമായിട്ടുള്ളൂ. കയറിപ്പോയിക്കോ. മറ്റേ അത് ആന്ധ്ര വണ്ടിയാണ് ഫ്രണ്ടിൽ പോകുന്നത്. പയ്യെ ഇറങ്ങുള്ളൂ. AP ഇതൊക്കെ ടൈറ്റ് ലോഡാണ്, പയ്യെ ഇറങ്ങുള്ളൂ. സിമെന്റ് വണ്ടി കയറിപ്പോയെ. സ്കൂളിൽ നിന്ന് 3 ബസ്സൊക്കെ പോകുന്നു ഒരുമിച്ചിട്ട് റൂട്ട്. കണ്ടോ? അല്ല, ഇതിപ്പോ മൂന്നാമത്തെ ബസ്. 1, 2, 3 സ്മെല്ല് വരുന്നാന്ന് തുടങ്ങി. കണ്ടോ? നമ്മുടെ ടയർ കത്തിയിട്ട് അതിൻ്റെ അല്ലെങ്കിൽ ഇന്നലെ കയറി പോകുന്ന വണ്ടീൻ്റെ അല്ലേ ഇറങ്ങി വരുന്നുണ്ട്. വണ്ടിയിലുള്ള മണൽ നോക്കി ആ മേളില് ലെവലിൽ ഇട്ടേക്കുന്നത് അത് തന്നെ ഉണ്ടാവുക. ടിപ്പറല്ലേ? 9ാമത്തെ വളവിലെത്തി നമ്മൾ. 4ാമത്തെ വളവ്. ഇനിയിപ്പോൾ ഇതെല്ലാം അവിടെ നിന്നൊക്കെ വരുന്നതായിരിക്കുന്നേ. കോഴിക്കോട് നിന്ന് വരുന്ന മാത്രമായിരിക്കില്ല, ലോങ്ങിൽ നിന്ന് വരുന്ന വണ്ടിയൊക്കെ ഉണ്ടാവും. ആ വരുന്നതാണ് എക്കോമെറ്റ്. ഉണ്ടോ? ഇതിൻ്റെ ചേട്ടനാണ് പോയത്. ഇതിൻ്റെ എക്കോമെറ്റിൻ്റെ മറ്റേ വണ്ടിയാണ്, അവരുടെ ബോസാണ് പോയത്. 9ാമത്തെ വളവ്. ഇവിടെ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോഴാണ് റോഡിന് വീതി കുറവും. ചിലപ്പോൾ ഇതിന് മുമ്പിൽ പോയ വണ്ടി ആയിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കില്ല. അതിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, ചൂടായി കത്തി വരുന്നല്ലേ ഉള്ളൂ. ചിലപ്പോൾ കയറിപ്പോകുന്ന വണ്ടി ആയിരിക്കാം, താങ്ങി കയറുമല്ലേ. ഏത്? അല്ല, നേപ്പാളല്ല. NL എന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ പേരുണ്ടല്ലോ, നാഗാലാൻഡ്. അത് നാഗാലാൻഡ് വണ്ടി ആയിരിക്കാം. പക്ഷെ നാഗാലാൻഡിൻ്റെ അവിടെ ടാക്സ് കുറവാണ്.
അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് വേറെ അഡ്രസ്സ് വെച്ച് ലോക്കൽ അഡ്രസ്സ് ഡ്യൂപ്ലിക്കേറ്റ് അഡ്രസ്സ് വെച്ച് നമുക്ക് വണ്ടി രജിസ്റ്റർ ചെയ്യാം. അതിൻ്റെ ഇവിടെ കൊണ്ട് ഓടിക്കാം. അത് ഓൾ ഇന്ത്യ പെർമിറ്റ് അല്ലേ, എവിടെ ഇട്ട് ഓടിക്കാമല്ലോ. നമ്മുടെ ഈ ഇവിടുന്ന് മറ്റേ ബസ് നൈറ്റ് സർവീസ് ബസ്സുകളില്ലേ, ലോങ് സർവീസ്. എവിടെ CF എടുക്കായിരിക്കും, അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ ഓടുമല്ലോ. നമ്മുടെ ലോങ് സർവീസ് വണ്ടികളില്ലേ, നൈറ്റ് സർവീസ്, അത് കൂടുതലും നാഗാലാൻഡ് രജിസ്ട്രേഷൻ ആയിരിക്കും. പെർമിറ്റ് അവർക്ക് ഇത് ടാക്സ് കുറച്ചേ ഉള്ളൂ. കേരളത്തിലൊക്കെ ടാക്സ് കൂടുതലല്ലേ. ടാക്സ് കുറവാന്നേ. നമ്മുടെ കേരളത്തിലൊക്കെ ടാക്സ് ഭയങ്കര ടാക്സ് അല്ലേ. ഇപ്പം നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താൽ അത് രണ്ടാമത് ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പ്രൈവറ്റ് കാർ മേടിച്ചെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഡൽഹി രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, UP രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഇപ്പോൾ കർണാടക രജിസ്ട്രേഷൻ, തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി എടുത്തെന്ന് വിചാരിച്ചോ. ആ വണ്ടി ഇവിടുന്ന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ടാക്സ് അടയ്ക്കണം. അത് ഓൾറെഡി 15 വർഷത്തേക്ക് ലൈഫ് ടൈം ടാക്സ് അടിച്ചിരിക്കുന്ന വണ്ടി ആണെങ്കിൽ പോലും നമ്മളിവിടെ വേറെ എക്സ്ട്രാ ടാക്സ് അടയ്ക്കണം. അതുകൊണ്ട് ഇവരൊക്കെ ഒന്നും ചെയ്യില്ല. എൻ്റെ ഇവിടെ ഇത്രയും ഭാഗത്തിൽ റോഡ് ഇതാണ് കണ്ടോ, വീതി കുറവാണ്. ഈ വണ്ടിയുടെ മുമ്പിൽ പോകാം. അതിന് ടയർ കത്തിയിട്ട് സ്മെല്ലടിച്ച് എനിക്ക് ഛർദ്ദിക്കാൻ പറ്റും. ക്ലച്ചിൻ്റെ സ്മെല്ല് ഭയങ്കരമല്ലേ. കയറിപ്പോ ബോസാ. നല്ല കാറ്റ് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്താ ഭംഗി നോക്കിയാൽ മോനെ, ക്ലാരിറ്റി, ചുരത്തിലെ വ്യൂ, മാനന്തവാടി. മഴക്കാലത്തൊക്കെ നല്ല രസമുണ്ടായിരിക്കില്ല, വെള്ളമൊക്കെ ഒഴുകി വരുമ്പോൾ, വീട് പിടിക്കുമ്പോൾ. കാറ്റ് പോയി, നല്ല കാറ്റാണ്. ഇതാ ചില്ലർ വണ്ടി ഉണ്ടോ, ഇങ്ങനത്തെ ഒരു ചെറിയ വണ്ടി എടുത്താൽ മതി, സിംഗിൾ വീലിൻ്റെ. ആ വയനാട് ചുരം കാണാത്തവർക്കായി. അതെ, കഴിഞ്ഞ ദിവസം ഒരു KSRTC ഡ്രൈവർ ചുരം ഇറങ്ങിയപ്പോൾ ഒരു കയ്യിൽ വണ്ടി ഓടിച്ച് ഒരു കയ്യിൽ ഫോൺ ചെയ്ത് പോയി സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് കേട്ടു. തേക്ക് ഇതാണ് പ്രശ്നം. പോട്ടെ കയറിപ്പോയി, നീ പോയിക്കോ, കാറുകാരൻ കയറി പോകില്ല. കയറിപ്പോയിക്കോ പോട്ടെ. വേണ്ട വണ്ടിയുണ്ട്, ഒരു പയ്യെ ഇറങ്ങുള്ളൂ. വളവ് കഴിച്ചിട്ട് കയറിയാൽ മതി. 10 വീല് ഇതൊക്കെ ഒരു 18-20 ടൺ ലോഡുണ്ട്. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. നമ്മൾ ഇങ്ങനത്തെ ഉള്ള ലോഡ് വണ്ടിക്കാരെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം. എങ്ങനെയും വിചാരിച്ചു വേഗം കറി. ബസ് ഭാരതിയല്ല ഇറങ്ങി വരുന്നത്. വേഗം ഇറങ്ങി, വേഗം ചുരം ഇറങ്ങി ഓടി തീർക്കാൻ വേണ്ടി. ഈ കഴിഞ്ഞ ദിവസം ഒരു പിക്കപ്പില് കുപ്പി പറക്കാൻ വേണ്ടി വന്നേ, ഒരു കുപ്പി ഈ റോഡിൽ നിന്ന് തന്നെ കിട്ടിയെന്ന് പറഞ്ഞു. ഒരു വണ്ടിയോ? എന്തോ ഇറങ്ങിയിട്ട് ഒരു വണ്ടിയോ? എന്ത് കുപ്പി? വെള്ളത്തിന്റെ കുപ്പിയൊക്കെ ഇല്ലേ, പ്ലാസ്റ്റിക്. ആര് പറക്കാൻ വന്നിട്ട്? മറ്റേ ഇവരുണ്ടല്ലോ, ആക്രിക്കാരോ? ആക്രിക്കാരല്ലേ.
ക്ലീൻ ചെയ്യുന്നവരോ? ഈ വീട്ടിൽ വന്നിട്ട് പ്ലാസ്റ്റിക് മറ്റേ ഹരിതകർമ്മ. മൈസൂർ അടുത്ത വണ്ടി. ഇന്ന് മൈസൂറിന് കൂടുതലാണ് വണ്ടി. അല്ല അതൊക്കെ പോയി തിരിച്ചു വരും. ബാലൻസിന്റെ ചെറിയ വണ്ടി ഇതാ. ആ വണ്ടി 4 ടൺ പാസിംഗ് ഉള്ളൂ. 4 ടൺ പാസിംഗ് ഉള്ള ചെറിയ വണ്ടി ബാലൻസിന്റെ. ഇതാ നമ്മൾ പറഞ്ഞ വണ്ടി, ഈ പോകുന്ന സാധനം. പതിനാറ് 13. ബിയറാണോ പോകുന്നത്? മറ്റേ ഇവിടത്തേക്കുള്ള കൽപ്പറ്റ ഇതിലേക്കുള്ള ബിയറല്ല, ബ്രാൻഡി ഐറ്റംസില്ലേ, കൽപ്പറ്റ ഗോഡൗണിലേക്ക് പോകുന്നത്. 2ാമത്തെ വളവ് 8ാമത്തെ വളവിലെത്തി. ഇതാട്ടോ എക്കോമെറ്റ്. നമ്മൾ നേരത്തെ കണ്ട ബോസ് ഇത് എക്കോമെറ്റാണ്. ഇത് നല്ല വണ്ടിയാണ്. ഇതൊക്കെ നല്ല വണ്ടിയാണ്. 8ാം വളവ് സ്ക്വയർ. മറ്റേതിൻ്റെ റൗണ്ട് ഇത് അതും തമ്മിൽ 1 ലക്ഷം രൂപേൻ്റെ വ്യത്യാസമുണ്ട്. ഈ വണ്ടി ആ വണ്ടി തമ്മിൽ. ആ വണ്ടിക്ക് വില കൂടുതലാണ്. അതിൻ്റെ പാരാബോളിക് ഇതാണ്, ലീഫാണ്. അതുകൊണ്ട് അതിന് യാത്രാ സുഖമുണ്ട്. ഇറങ്ങി വരുന്ന വണ്ടിയുണ്ടോ, അതും ഇതൊന്നുണ്ട്. ഇത് തമ്മിൽ 1 ലക്ഷം രൂപേൻ്റെ വ്യത്യാസമാണ്. കയറി ഇത് സ്ക്വയറാണ് കേട്ടോ. ഇത് 7ാമത്തെ വളവെത്തി. ഇവിടെ നിന്നാണ് ഇത് 7, 6, 5 തീരെ വീതിയില്ല റോഡിന്. ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കിടക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ 1ാമത്തെ വളവിലുമാണ് പ്രശ്നം. ഓണടിക്കുക വണ്ടി കയറി വരും. നമ്മൾ 3 വളവ് കഴിഞ്ഞില്ലേ, ഇനി 6 വളവും കൂടെ ഉണ്ട്. എടാ നിനക്ക് മറ്റേ ഇതിൽ പോയി പരിചയമില്ല. നമ്മളന്ന് പോയതല്ലടാ മഞ്ചേരിക്ക്. നിന്നെയും കൊണ്ട് ഞാനന്ന് പാലക്കാട് പോയപ്പോൾ നമ്മൾ ഏത് വഴിക്കാണ് പോയേ? ആ വഴി തന്നെ പോകുന്നത് നമ്മൾ. പാലക്കാടല്ല, നമ്മളത് അങ്ങാടിപ്പുറത്ത് നമ്മൾ നേരെ പെരിന്തൽമണ്ണ വഴി അങ്ങനെ കയറി അങ്ങ് പോയി. നമ്മളത് അങ്ങാടിപ്പുറത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഞാൻ കയറി പോകും. അങ്ങാടിപ്പുറത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോകാൻ 2 വഴിയുണ്ട്. അത് കൂടാതെ നമുക്ക് നേരെ പെരിന്തൽമണ്ണ പിടിച്ച് കഴിഞ്ഞിട്ട് പെരിന്തൽമണ്ണയിൽ നിന്ന് തിരിഞ്ഞു പോവാം. നിനക്ക് വഴി അറിയാം. ടൗണിൽ കൊടുക്കുന്നത് ടൗണിലാണോ? ടൗണിൽ നിന്ന് പിന്നെ ഇത്രയും കിലോമീറ്റർ പിന്നെ നമ്മളിങ്ങോട്ട് 1 കിലോമീറ്റർ ഓടി വരണ്ടേ? 10-30 കിലോമീറ്റർ ഓടി ഇങ്ങോട്ട് വരണ്ടേ? നമുക്ക് നോക്കാം. അവിടെ ചെന്നിട്ട് എവിടെ നിൽക്കുക, ലാസ്റ്റ് എവിടെ നിൽക്കുന്നത് നോക്കാം. കല്ല് പോകുന്നുണ്ടോ? അല്ല, കടപ്പക്കല്ലില്ലേ, അങ്ങനത്തെ കല്ല്, മറ്റേ ഫ്ലോർ വിരിക്കാൻ വേണ്ടിയിട്ട്. ഏറെ പിടിക്കുന്നതാണ്. 6ാമത്തെ വളവിലെത്തി. ലോറി കുടുങ്ങിക്കൊള്ള മോനെ വളവിൽ. വണ്ടി വലിയ വണ്ടി 6ാമത്തെ വളവ്. പാലും വണ്ടി ബസ് കയറി വരുന്നുണ്ട്. കൽപ്പറ്റ അല്ലെങ്കിൽ മാനന്തവാടി ആയിരിക്കും. ബത്തേരി. കയറിപ്പോ പോട്ടെ.
പോ. മൈസൂർ കൊച്ചി ആ ലോറി മൈസൂർ കൊച്ചി അടിക്കുന്ന ട്രിപ്പ് അടിക്കുന്ന ഷട്ടിൽ അടിക്കുന്ന വണ്ടിയാണ്. ഇനി കുഴപ്പമില്ല, ഇനി വീതിയായി, റോഡിന് വീതിയായി. ഇതൊരു വളവാണ്, 5ാമത്തെ വളവാണ്. വലിയ വളവല്ല, ചെറിയ വളവാണ്, 5ാമത്തെ വളവ്. ഇനി കുഴപ്പമില്ല. ഇനി 1ാം വളവ് വരെ നല്ല വീതിയുണ്ട് റോഡ്. ഒന്ന് നോക്കിക്കേ. ഇടയ്ക്ക് ഇവിടെയൊക്കെ പാച്ച് വർക്ക് ചെയ്തു തരുന്നു അവർ, പിന്നെയും കുഴിയാൻ തുടങ്ങി. വീതിയുള്ള വഴിയാണല്ലോ, പിന്നെ എന്താ ഒരു തടസ്സം? ഇത് ടാറ്റ, ടാറ്റയുടെ 12 വരും. 5ാമത്തെ, ഇത് 4ാമത്തെ വളവാണ്. അത്ര വെയിറ്റ് ഇല്ലല്ലോ, അതാണ് ടയർ പൊക്കി വെച്ചേക്കുന്നത് അല്ലേ? അത് ഓട്ടോമാറ്റിക് ഇത് താന്ന് വരും. വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആ വണ്ടിക്കുള്ള വെയിറ്റ് ആണെങ്കിൽ, പാസിംഗ് വെയിറ്റ് ആണെങ്കിൽ അത് താന്ന് വരും, അല്ലെങ്കിൽ അത് പൊങ്ങിയിരിക്കും. ഇത് 3ാമത്തെ വളവ്. ഇത് 2ാമത്തെ വളവ്. ഇനി ഒരു വളവും കൂടെ ഉള്ളൂ ചുരം തീരാൻ വേണ്ടി. പക്ഷെ 1ാമത്തെ വളവിലേക്ക് ദൂരം കൂടുതലുണ്ട്. ജയന്ത് ജനത ഇവരുടെ ആയിരുന്നു പരശുരാമ്, നിർത്തിപ്പോയി, നിന്നുപോയി. വണ്ടി ഇപ്പോൾ KSRTC ഏറ്റെടുത്തു, പറവൂര് പോയിക്കൊണ്ടിരുന്നു. എഞ്ചിന്റെ കംപ്ലൈന്റ് ആയതാണ് ആ ലൈറ്റ് ഇങ്ങനെ കാണിക്കുന്നത്. ഏത്? ആ ചുവന്ന ലൈറ്റ് അത് എഞ്ചിൻ മിസ്റ്റേക്ക് ആണ്. എഞ്ചിന്റെ മിസ്റ്റേക്ക് തന്നെയാ. എഞ്ചിൻ പണിയാവാനായ വണ്ടി ആയിരിക്കും അല്ലേ? എഞ്ചിൻ പണി 1 ലക്ഷത്തിൽ എഞ്ചിൻ പണി ചെയ്തിട്ടുണ്ടാവുമല്ലോ. ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ഇതൊന്ന് അവിടെ കൊണ്ടുപോയിട്ട് ഇതിന്റെ ഷോറൂമില്ലേ, ഈ ഇതിന്റെ ലൈലാൻഡിന്റെ ഷോറൂമിൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്തിട്ട് മാറ്റിയതുണ്ടാവില്ല അല്ലേ? മറ്റേ ഇതില്ലേ ഷോറൂമിൽ കയറ്റി മറ്റേ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്തതിന്റെ എന്താ കംപ്ലൈന്റ് എന്ന് അറിയായിരുന്നു. അത് അപ്പം തന്നെ അവർ ചെക്ക് ചെയ്താൽ ഇതിന് വലിയ ഇതൊന്നുമില്ല, സമയമൊന്നും എടുക്കില്ല. അപ്പം തന്നെ അവർ പറഞ്ഞു തരും എന്താ സംഭവം. മറ്റേത് എയറിൻ്റെ ആണ്, അല്ലെങ്കിൽ അത് എയറിൻ്റെ അല്ലെങ്കിൽ ആഡ്ബ്ലൂവിൻ്റെ ആകാൻ, ആഡ്ബ്ലൂവിൻ്റെ ആണോന്ന് അറിയില്ല. ആഡ്ബ്ലൂ ഇല്ലെങ്കിൽ അത് എയറിൻ്റെ ആണ് അത് കാണിക്കുന്നത്. സെൻസറെല്ലാം പോയി, എല്ലാ സെൻസറും തെളിഞ്ഞ് കിടക്കുപോയി. ഭാരത് ബെൻസിന്റെ 12 വീല് സിമെന്റ് ആണല്ലോ. ചുരം കഴിഞ്ഞിട്ട് എടുക്കാം, ചുരം കഴിഞ്ഞിട്ട് വിളിക്കും. ഫോൺ എടുക്കല്ലേ, ഫോൺ വിളിക്കല്ലേ. പോവാ കയറില്ല, ബൈക്ക് കയറി വരുന്നത്. ഏത്? ഇത് ടാറ്റ KL73 1842. ഇത് ഐഷറാണോ? ടാറ്റ. ഇതാ നമ്മൾ പറഞ്ഞ വണ്ടി. അതന്നെ 15 വന്നിട്ട് ഇത് നമ്മൾ പറഞ്ഞ വണ്ടി. നമ്മൾ എടുക്കാന്ന് പറഞ്ഞില്ലേ? പിന്നെ 20 അതാ വണ്ടി. എത്ര ആയിട്ടുണ്ടെന്നേ ആ വണ്ടി 12 ടൺ പാസിംഗ് ഉള്ളത്. 12,800 20 അടി. പിന്നെ
ആ സ്റ്റീൽ ഇതിനകത്ത് കറക്റ്റായിട്ട് ഉള്ളിൽ കിടക്കും. പിന്നെ ബോഡിക്കകത്ത് വീഴും. ആ സമയത്ത് വണ്ടി എടുക്കുകയാണെങ്കിൽ എന്നോട് സ്ഥിരം കാപ്പിത്തൊണ്ട് ഓട്ടം പറഞ്ഞായിരുന്നു സേലത്തേക്ക്. കാപ്പിത്തൊണ്ടോ? ആ, ഇവിടെ നിന്ന് നമ്മുടെ കാപ്പിത്തൊണ്ടില്ലേ, കാപ്പിത്തൊണ്ട് അത് വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല, 10 ടൺ ഉണ്ടാവുള്ളൂ. 9.5-10 ടൺ ഉണ്ടാവുള്ളൂ. അത് കയറ്റി സേലത്ത് ഇറക്കാൻ വേണ്ടിയിട്ട്. ഹൈറ്റ് ഉണ്ടാവും, നല്ല ഹൈറ്റ് ഒന്നുമില്ല. നമ്മുടെ ബോഡിയില്ലേ, ആ ബോഡി ലെവലിൽ നിന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു കൂമ്പാരം പോലെ ഇങ്ങനെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ആ വാരി കൊട്ടയ്ക്ക് വാരി നിറയ്ക്കും. ഇല്ല, ചവിട്ടി നിറയ്ക്കും. എന്നിട്ട് പിന്നെ സൈഡിൽ കൂടെ ബോഡി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ സൈഡിൽ കൂടെ ചാക്കിടും 2 അടി നമ്മുടെ ബോഡി ലെവലിൽ, ഈ ക്യാബിൻ ബോഡി ലെവലിൽ എത്താൻ വേണ്ടി. ഒരു ചാക്കിട്ട് നിറച്ചിട്ട് പിന്നെ ഏറ്റവും മുകളിൽ ഇങ്ങനെ കുമ്പാരം പോലെ ഇങ്ങനെ നമ്മൾ കച്ചിത്തൂർ ഒക്കെ വെക്കൂല, ഇങ്ങനെ ചെരിച്ചിങ്ങനെ എന്ന് പറഞ്ഞ പോലെ ആക്കും. 10 ടൺ ഉണ്ടാവും. ഏത്? അല്ലല്ലോ, ഇവിടെ അല്ലേ. ഇതിവിടെ വരെയുള്ളൂ ഈ വണ്ടിയൊക്കെ. തുഷാരഗിരിക്ക് പോകുന്ന വഴി, തുഷാരഗിരി വെള്ളച്ചാട്ടം, തുഷാരഗിരി AC ആണല്ലോ വണ്ടി. അതിനകത്ത് നമ്മൾ ഡെയിലി എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ നമുക്ക് 2 ട്രിപ്പ് എടുക്കാമായിരുന്നു. അത് 18 രൂപ ഫിക്സഡ് വാടകയാണ്. അത് ഇവിടുന്ന് ഒരു 350 കിലോമീറ്റർ ഉണ്ടാവും വൺ സൈഡ്. എവിടെ നിന്ന് എടുക്കേണ്ടതെന്നറിയോ? കർണാടക, നമ്മുടെ ആ സ്ഥലത്തിൻ്റെ പേര് മറന്നല്ലോ, ഗോണിക്കുപ്പ. അവിടെ നിന്ന് എടുക്കുക, നേരെ സേലത്ത് ഇറക്കുക. സേലത്ത് ചിലപ്പോൾ 1 ദിവസം 2 ദിവസം വെയിറ്റ് ചെയ്യണമായിരിക്കും. എടുത്താലും കുഴപ്പമില്ല, 18 രൂപ വാടക ഉണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ നമുക്ക് എന്തെങ്കിലും കയറ്റി കാലിത്തീറ്റുണ്ട്. അവിടെ നിന്ന് പിന്നെ പെരുന്തൂറയ്ക്കോ അവിടെ നിന്ന് അങ്ങോട്ടൊരു കാല് വരിക, ഒരു 100 കിലോമീറ്റർ കാല് പോരുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു 12 ടണ്ണ് കോഴിവളമില്ലേ, കോഴിത്തീറ്റില്ലേ, കോഴിത്തീറ്റ് കയറി വയനാട് കയറുക, കൽപ്പറ്റയോ മീനങ്ങാടി എവിടെയെങ്കിലും ഇറക്കുക. എന്നിട്ട് വീട്ടിലൊരു ദിവസം നിന്നിട്ട് പിന്നെ അടുത്ത് പോവുക. പക്ഷെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുളിക്കാനും കിടക്കാനും ഒക്കെ സൗകര്യമുണ്ട്, വണ്ടി പാർക്ക് ചെയ്യാനും ഒക്കെ സൗകര്യമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടികളില്ലെങ്കിൽ പടപടയെന്ന് ഇറക്കി തരും. ആഴ്ച 2 ട്രിപ്പ് എടുത്താൽ മതി. ഇത് ലാസ്റ്റ് വളവാണ്, ചുരം തീർന്നു. ഇതോടുകൂടി ചുരം വളവുകൾ കഴിഞ്ഞു. വയനാട് ചുരം, താമരശ്ശേരി ചുരം, അജ്മി പുട്ടുപൊടി വണ്ടി 16 വീലാണ്. 12 അല്ല 8, 10, 12, 14 വീല്. ഭാരത് ബെൻസിൻ്റെ ഇവർ വോൾവോൻ്റെ ഒരു വണ്ടി എടുത്തല്ലോ, ഭാരത് ബെൻസിൻ്റെ അല്ല, ഇതിൻ്റെ മെർസിഡസ് ബെൻസിൻ്റെ ഒരു വണ്ടിയല്ലേ അവരിറക്കി, അതോ ബെൻസിൻ്റെ വണ്ടി ഇറക്കിയോ? FH 150 അങ്ങനെ ബോർഡ് വണ്ടി. കയറിപ്പോ, വണ്ടിയില്ല. എടുക്കല്ലേ. ആരാ? ചുരം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വിളി. ഹലോ. വേഗം പറയാ, ഇതിലാ ചുരത്തില. വണ്ടിയല്ല, തൃശ്ശൂർ പോയിക്കൊണ്ടിരിക്കുക. ശരി. ഓട്ടം പോവാനല്ലേ താല്പര്യം? എന്ത് കാർ കൊണ്ടോ? അതാണ് 21 നമ്മുടെ വണ്ടി 21-10 പോയത്. 10 ഇരുപടി. വലിക്കൂല അദ്ദേഹം? വലിക്കും ചെയ്യും. അതിനകത്ത് ഞാൻ 16 ടണ്ണ് ലോഡ് വരെ കയറ്റിയിട്ട് ചുരം കയറിയിട്ടുണ്ട്. 16 ഈ ചുരോ? 16 ടണ്ണ് ഇന്ന് താങ്ങി എടുത്ത് പോവോ? വരും. അതിനാകെ 9 പാസിംഗ് ഉള്ളൂ. ഞാൻ 16 എടുത്ത് പോയിട്ടുണ്ട്.
16 ടണ്ണെന്ന് മറ്റെന്താ എവിടുന്ന് കയറ്റിക്കൊണ്ട് വന്നതെന്നറിയോ? തൃച്ചങ്കോട്, തമിഴ്നാടിൻ്റെ അങ്ങേ തലയ്ക്കുന്ന് വാഴക്കുഞ്ഞും കയറ്റി ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ മാനന്തവാടിക്ക്, വാളാടിലേക്ക്. ആ, അവിടുന്ന് വൈകുന്നേരം പോന്നിട്ട് ഞങ്ങൾ ഒരു 12 മണിയാകുമ്പോഴത്തേനും ഇവിടെ എത്തി. ആ നല്ല. ആ, അവിടുന്ന് വൈകുന്നേരം ലോഡ് രാവിലെ കൊണ്ട് വെച്ചു. 8 മണിക്ക് ലോഡ് കയറ്റി. ലോഡെല്ലാം കയറ്റി കഴിഞ്ഞ് കെട്ടിയതിന് 8:08 പിന്നെ അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് മെല്ലെ അങ്ങ് പോന്നു. എവിടുന്ന് എങ്ങോട്ടേക്ക്? ഇവിടുന്നോ? ഇവിടുന്ന് ഒരു 100-150 കിലോമീറ്റർ. 200 കിലോമീറ്റർ താഴെ. പക്ഷെ ഓടിയാലും തീരുമില്ല. അതാണ് എങ്ങോട്ടാ അവനൊക്കെ പോകുന്നത്. കാറ് നമുക്ക് വരുമല്ലേ, കയറുമല്ലേ അവിടെ വന്ന്. വലിയ കാര്യമില്ല. ഇവിടെ കണ്ടേ വളവിലൊരു ചേച്ചിമാർ കഞ്ഞി കൊടുക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ. ഊണ് നമുക്കത് വാങ്ങിയിട്ട് നമുക്ക് പോവാം. ഒരു വണ്ടിയിൽ നിന്ന് കഴിക്കാമല്ലോ. അതല്ല, അതിപ്പോൾ ഉച്ചക്കത്തെ മേടിച്ചിട്ട് നമുക്ക് പോകാമെന്ന്. പിന്നെ വണ്ടിയിൽ നിന്ന് കഴിക്കാമെന്ന്. അതൊന്നുമില്ല. മുകളിൽ നിന്ന് ഇങ്ങോട്ട് ലോഡ് ഇറങ്ങുന്നുണ്ട്, അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടും കയറുന്ന ലോഡ്. മരം ചുരം കഴിഞ്ഞു. ഞങ്ങൾ അടിവാരത്തെത്തിയിരിക്കുന്നു. അടിവാരം ഇവിടെ ഇതാണ് താമരശ്ശേരി ചുരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. വീഡിയോ ഇവിടെ നിന്ന് കട്ട് ചെയ്യട്ടെ.